അതെ, ഇന്നലെ അവിടെ തിരുവമ്പാടിയൊപ്പം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. നിങ്ങൾ ഒരു പ്രാഥമികമായുള്ളൊരു ധാരണയൊക്കെ ഉണ്ടാവില്ല, എന്താണ് അതിന്? അല്ല, ഇപ്പോൾ അത്തരമൊരു ചർച്ചയ്ക്ക് യാതൊരു പ്രാധാന്യമില്ല. എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ എന്താ നടക്കണമെന്ന് ഇപ്പോഴൊരു പിടി കിട്ടിയിട്ടില്ല. ആ സമയത്ത് ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അപ്പോഴും സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റിൽ ചെയ്യട്ടെ. പിന്നെ എനിക്കൂടെ 2 കൊല്ലം മുമ്പ് ഞങ്ങളുടെ കൂടെ ലൈസൻസ് ചെയ്തു 2020. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്താണ് ഇപ്പോൾ പുതിയ നിർദ്ദേശങ്ങളിൽ വന്നിട്ടുണ്ട്? ഇന്നലെ അവർ സംസാരിച്ചിരുന്നു, എന്താണ് അതിന്റെ ഫൈൻഡിങ്സ്? അല്ല, ഞങ്ങളുടെ അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ യോഗം വിളിച്ചിട്ടുണ്ടോ? ഇതുവരെ വിളിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഇലക്ഷൻ്റെ നിയമങ്ങൾ നിലനിൽക്കുന്ന കാരണം യോഗം വിളിക്കാനുള്ള സാഹചര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തിരുവമ്പാടിയിലെ മുഴുവൻ സാധനങ്ങൾ കത്തിക്കഴിഞ്ഞു. പാറമേക്കാവിൻ്റെയാണ് ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്നത്. അപ്പോൾ സർക്കാർ പറയുന്ന തീരുമാനങ്ങൾ അത് ഏതായാലും അംഗീകരിക്കും? തീർച്ചയായിട്ടും. എന്തുകൊണ്ട് അംഗീകരിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല നേരത്തെ. ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന എനിക്ക് എന്താണ് സർക്കാർ പറയുന്നത് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ചെയ്യും. നിലവിൽ ഒരു കാഷ്വാലിറ്റിയെ കുറിച്ച് എന്തെങ്കിലും ഒരു അറിഞ്ഞിട്ടുണ്ടോ? എനിക്കാണ് ഒരു 10-15 ഇനി കൂടാനാണ് സാധ്യത. ഏതാണ്ട് 20 വരെ എത്തുമോയെന്ന് ഒരു സംശയമുണ്ട്. ഈ ബേൺസ് സാധാരണ നമ്മൾ മനസ്സിലാക്കിയത് ഒരു 60-70% കൂടുതൽ ബേൺസ് വന്നാൽ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അതായത് ഇപ്പം ഇങ്ങനെ ഒരു ദുരന്തം ഇത്രയും പേരെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ചടങ്ങുകൾ മാത്രമാക്കി നടത്തണം എന്നുള്ള നിർദ്ദേശമാണ് ഉയരുന്നത് പലപ്പോഴും. അല്ല, അത്തരം ഒരു നിർദ്ദേശവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒരു ഭാഗത്തുനിന്നും ഒരു നിർദ്ദേശം ഇതുവരെ എനിക്ക് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് വരുന്ന സമയത്ത് അതിനെ വിലയിരുത്തി ഉചിതമായിട്ടൊരു തീരുമാനം കേൾക്കുന്നു. അതെന്നാൽ ഇപ്പം മന്ത്രി, ദേവസ്വം മന്ത്രി കൂടിയുണ്ട്, റവന്യൂ മന്ത്രി ഉണ്ട്, കേന്ദ്രമന്ത്രി ഉണ്ട്. ഇവരൊക്കെ ഏറ്റവും സംബന്ധിച്ച് ഒരു ചർച്ച ഇപ്പോൾ നടത്താൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ചർച്ച നടക്കൂല. നമ്മുടെ ഒരു നിലപാടെന്താ? അതായത് പഴയ രീതിയിൽ തന്നെ പൂരം പോകുന്നത് ഈ അപകടത്തിൽ അല്ല, അങ്ങനെ ഒരു തീരുമാനം എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവസ്വത്തിൻ്റെ ഉള്ളിൽ ചർച്ച ചെയ്യണം, ദേവസ്വങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യണം, സർക്കാരായിട്ട് ചർച്ച ചെയ്യണം. ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ ആഘോഷ കമ്മിറ്റിയുടെ ഒരു യോഗമുണ്ട്. അതിൽ ചർച്ച ചെയ്യും. അത് കഴിഞ്ഞാൽ ഇരു ദേവസ്വങ്ങളും കൂടി ചർച്ച ചെയ്ത് സർക്കാരുമായിട്ട് ചർച്ച ചെയ്ത് ജനവികാരങ്ങളും അതുപോലെ തന്നെ ഒരു താല്പര്യമനുസരിച്ച് എന്താ വേണ്ടെച്ചാൽ അതുപോലെ തന്നെ ആചാരങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലും ഉചിതമായിട്ടൊരു തീരുമാനം. ഇതിന് മുൻപും അത്തരത്തിലുള്ളൊരു പാറമേക്കാവിന് നേരത്തെ രാഷ്ട്രീയം പറഞ്ഞല്ലോ, പാറമേക്കാവിന് ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അതുപോലത്തെ ഒരു പരിഹാരം, അതായത് വളരെ എല്ലാ രീതിയിലും പരിഗണിച്ചു. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എഴുന്നേൽപ്പൊക്കെ നടന്നു, വെടിക്കെട്ട് മാറ്റി വെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്താ നിർദ്ദേശം വെച്ചാൽ അത് പാലിക്കും.